വിൻസ്മേരയുടെ പരസ്യം വരുന്നത്, അതും നിങ്ങൾ രണ്ടാളും തന്നെ. അത് സോഷ്യൽ മീഡിയ വലിയ ചർച്ചയായി. അതിന്റെ ഒരു ഇതിനിടയിലൂടെ സംഭവിച്ച ഒരു ആശയമാണോ? ലാൽ സാറിനോട് അത് പറയുകയായിരുന്നു, വളരെ എക്സൈറ്റഡ് ആയി അദ്ദേഹം അത് കേട്ടു ചെയ്തു എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്ന ഞാൻ ആ സമയത്ത് അതിന്റെ ഭാഗമല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു വിൻസ്മേര, ആ ടീം, ആ ഫാമിലി ലാലേട്ടനെ അപ്രോച്ച് ചെയ്ത സമയത്ത്, കാര്യം പുള്ളി അതായത് ഒരു ജ്വല്ലറി ബ്രാൻഡിന്റെ അംബാസഡർ ആയിരുന്നു നേരത്തെ. അപ്പൊ കുറച്ച് നാളായതുകൊണ്ട് അപ്രോച്ച് ചെയ്തു. അപ്പൊ ലാലേട്ടനാണ് അവരുടെ അടുത്ത് പറഞ്ഞത്, വെറുതെ ഇനിയും അതേപോലെ ഒരു സിറ്റുവേഷൻ, അതിലൊക്കെ ജസ്റ്റ് അനൗൺസ്മെന്റ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഈ അതാണ് ലാലേട്ടന് ചില സമയത്ത് നമുക്കൊക്കെ തോന്നുന്ന ഒരു ഇൻട്യൂഷൻ, നമുക്ക് അത് ഇങ്ങനെ ആ ഒരു തോന്നൽ ആയിരിക്കാം. അദ്ദേഹം പറഞ്ഞതൊന്ന് പ്രകാശിനെടുത്ത് സംസാരിച്ചു. ഞാൻ പക്ഷെ തിരിച്ചാ വിചാരിച്ചേട്ടോ, പ്രകാശിന്റെ ഒരു പ്രോജക്റ്റ് അങ്ങോട്ടേക്ക് ചെന്നതായിരിക്കുന്നായിരുന്നു എന്റെ ഒരു, നമുക്ക് അങ്ങനെ പലതും സങ്കല്പിക്കാമല്ലോ, അല്ലെങ്കിൽ ആലോചിക്കാമല്ലോ. അല്ല ചില സമയത്ത് മിക്കവാറും എന്താ സംഭവിക്കുക, വളരെ റെയർ ആയിട്ട് ഞാനായിട്ട് ആക്ച്വലി അതൊരു സാഹചര്യം വന്നാൽ അങ്ങനെ മിക്കവാറും ഒക്കെ സെലിബ്രിറ്റി ആയിട്ട് ബ്രാൻഡായിട്ട് വരുന്നതായിരിക്കും എൻ്റെ അടുത്ത്. അപ്പൊ ഇതും അങ്ങനെ സംഭവിച്ചതാണ്. അപ്പൊ അങ്ങനെ അവരെന്നെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ പറ്റി ആലോചിക്കട്ടെ, കാര്യം ഒന്നാമതൊരു ജ്വല്ലറി ബ്രാൻഡാണ്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു, അത് സാധാരണ രീതിയിലായിരിക്കില്ല, യു ഹാവ് ടു എക്സ്പീരിയൻസ്. നല്ല ബഞ്ച് ഓഫ് ആൾക്കാരാണ് വിൻസ്മേരയുടെ ഹോൾ ടീം. അപ്പൊ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 2 ദിവസം ഒന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയതിന് ശേഷമാണോ, തുടരുമിന്റെ ഇടയിലാണോ ഇത്, അതോ ഇതിന് ശേഷമാണോ? തുടരുമിന്റെ ഇടയിലാണ്. ഷൂട്ടൊക്കെ ചെയ്യുന്ന തുടരുമിനൊക്കെ റിലീസിന് വളരെ മുമ്പാണ്. അതെ, തുടരുമിന്റെ റിലീസിന് മുമ്പാണ് ഷൂട്ടൊക്കെ ചെയ്ത് എല്ലാം തീർത്ത്. എനിക്കൊന്ന് ആ സമയത്ത് കുറച്ചും കൂടെ നേരത്തെ റിലീസ് ചെയ്യാതിരുന്നതാണ്, തുടരും കഴിഞ്ഞൊരു 2 ആഴ്ചക്ക് ശേഷം. പക്ഷെ ആ സമയത്ത് പിന്നെ മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ഷോറൂം അത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലാത്തതുകൊണ്ട് പിന്നീട് പുഷ് ആയതാണ്. പക്ഷെ ആ തീമാണ് ഞങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, അതിലേക്ക് എത്തിയത് എങ്ങനെയാന്നുള്ളത്. അപ്പൊ അങ്ങനെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ അഡ്വർടൈസിങ് ഏജൻസി ഇല്ലാതെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്ന അവസ്ഥകളിൽ ഞാൻ ആ സമയത്ത് എപ്പോഴും എൻ്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഒരാളുണ്ട്, അതാണ് ഹരി. ഹരി എൻ്റെ എല്ലാമാണ്. കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും. ഹരി ജ്യേഷ്ഠനാണ്, മെന്ററാണ്, എക്സ്ട്രീംലി ക്രിയേറ്റീവ് ആയിട്ടുള്ള. ഞാൻ നേരത്തെ ലാലേട്ടനെ പറഞ്ഞ പോലെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു മനുഷ്യനാണ്. വളരെ യങ് സ്റ്റേജിൽ ഞങ്ങൾ ഒരുമിച്ചാണ് കേരള ടൂറിസം ചെയ്തത്, ദുബായ് ടൂറിസം ചെയ്തത്. ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ എനിക്ക് ഹരി ആണ്. ദുബായ് ആഡിന്റെ എൻ ടൈറ്റിൽ അദ്ദേഹത്തിന്റെ ആണെന്ന്. അതെ. ദുബായ് ഇൻഫാക്ട് ഈ പറയുന്ന കേരള ടൂറിസം തൊട്ട് ഒക്കെ ഈ ഐഡിയ, കോൺവെർസേഷൻ, ലൈൻ എന്നൊക്കെ പറയുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എന്നെ പല സമയത്തും ചിന്തിപ്പിച്ച, പല സമയത്തും ഇത്രയും സിമ്പിൾ ആയിട്ടൊക്കെ ഒരു ഐഡിയ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിപ്പിച്ച വളരെ ഏർലി സ്റ്റേജിലെ ഒരു വളരെ പക്ഷെ സിമ്പിൾ ആയിട്ടൊരു മനുഷ്യനാണ്. എക്സ്ട്രീംലി ടാലന്റഡ് ആണ്. അപ്പൊ ഞാൻ അരിയും സ്നേഹയൊക്കെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, കാര്യം ലാലേട്ടനെ വെച്ച് വെറുതെ ഞാനൊരു സാധനമായിട്ട് പോകില്ല. ഇവിടെ വെറുതെ ഒരു സാധനമായിട്ട് ഞാൻ പോയിട്ട് കാര്യമില്ല. ലാലേട്ടനും കൂടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കണം. ആസ് എ ബ്രാൻഡ്, ഈ ബ്രാൻഡിന് ആക്ച്വലി ഇതിന് മുമ്പ് ഒരു ബ്രാൻഡ് ഇമേജ് ഇല്ല. ആദ്യമായിട്ട് വരുന്ന ബ്രാൻഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സ്പേസ് ഉണ്ട് അവിടെ. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ചെയ്യേണ്ട കാര്യം, ബ്രാൻഡ് ബിൽഡിംഗും കൂടി വേണ്ടതാണ്. അതെ, അപ്പൊ ഇനിഷ്യൽ സ്റ്റേജിൽ എക്സൈറ്റിംഗ് ആണ് ആക്ച്വലി ഒരു ബ്രാൻഡ് നമ്മൾ ലോഞ്ച് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്പേസും പിന്നെ ഞാൻ ലാലേട്ടനും തമ്മിലുള്ള പല കോൺവെർസേഷനും ഈ പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചില ആക്ഷൻ, ചില മൂവ്മെന്റ്, അപ്പൊ ലാലേട്ടൻ എന്നോട് പറയുന്ന ചില കാര്യങ്ങളും ആ ഫ്ലൂയിഡിറ്റി, ഇങ്ങനത്തെ കോൺവെർസേഷനൊക്കെ ഇങ്ങനെ ഇരുന്ന് ചർച്ചയുടെ സമയത്തൊക്കെ ഹരിയായിട്ടുള്ള കോൺവെർസേഷനിൽ ഇൻഫാക്ട് ഹരിയാണ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ത് പറ്റും അദ്ദേഹം എടുത്തിട്ടാൽ ആരും കൊതിച്ചു പോകും എന്ന് പറയുന്ന ഒരു സ്പേസ്. അതാണോ ആദ്യം വരുന്നത്? അതാണ് ആദ്യം വരുന്നത്. ആരും കൊതിച്ചു പോകും. അപ്പൊ അത് ഇൻഫാക്ട് ഒരു എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. ഭയങ്കര ഒരു തിൻ ലൈൻ ഉണ്ട്. പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കും തോറും എന്റെ എക്സൈറ്റ്മെന്റ്, ഈ ഫിലിം ഇങ്ങനെ എനിക്ക് കാണാം ഫിലിം. കാര്യം എനിക്ക് ലാലേട്ടൻ നല്ലപോലെ അറിയാം. സ്റ്റോറി ബോർഡ് മനസ്സിൽ വന്നു. ഫുൾ ഫിലിം എന്റെ തലയിൽ കൂടെ. ഇൻഫാക്ട് ലാലേട്ടൻ ഇതെങ്ങനെ ഇത് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ കൺസീവ് ചെയ്യും, അത് ആസ് എൻ ആക്ടർ, ആസ് എ ഹ്യൂമൻ ബീങ്, ഐ നോ ഹിം വെരി വെൽ. ഞാൻ വല്ലാണ്ട് എക്സൈറ്റഡ്. ഞാൻ വൈകുന്നേരം ഫോൺ വിളിച്ച് ഞാൻ ഈ കഥ പറഞ്ഞു. ഒറ്റ സെക്കൻഡ്
എങ്ങനെയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ പറഞ്ഞു ഒരു ഓപ്ഷൻ 2 ഓപ്ഷൻ വേറെ ഉണ്ട്, വേണ്ട ഇത് മതി, നമുക്കിത് ചെയ്യാം. പിന്നെ ബാക്കി ഷൂട്ടിന്റെ സമയത്ത് നമ്മളെല്ലാം കണ്ട പോലെ തന്നെ ഞാൻ അത്ഭുതത്തോടു കൂടി, നമുക്ക് അവിടെ ഒരു കൊറിയോഗ്രാഫർ ഇല്ല, ഞാൻ ആ സ്പേസ് സെറ്റപ്പ് ചെയ്തു, ഉണ്ടാക്കി. അപ്പം ഈ ഫിൽം മേക്കർ സ്ട്രെസ്സായിട്ട് തിരിച്ചു വരുമ്പോൾ ചേട്ടൻ ഇതൊക്കെ ഇട്ടിങ്ങനെ ആ ഒരു സ്പേസിൽ ആണ് എന്ന് പറഞ്ഞ് പിന്നെ ആ മൂവ്മെന്റ് ഒക്കെ ലാലേട്ടൻ്റെ ആണ്. അപ്പൊ ഞാൻ ഗോട്ട് ദ ബെസ്റ്റ് ഫോക്കസ് ഉള്ള തപ്പൻ ബാസുവാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എത്ര ടേക്ക് ചോദിച്ചാലും ചിലപ്പോൾ ചേട്ടൻ തരും. പക്ഷെ ഞാൻ അറിയാവുന്നിടത്തോളം ആദ്യത്തെ ടേക്കിലൊക്കെ ഉണ്ട്, കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ, പറഞ്ഞ പോലെയാ. അപ്പൊ എത്ര ടേക്ക് ചോദിച്ചാലും തരും, ഒരു പ്രശ്നമില്ലാതെ തരും. പക്ഷെ ആദ്യം കിട്ടുന്ന ടേക്കിന്റെ ഒരു ബ്യൂട്ടി ഉള്ളൊരു ഞാൻ ഇതിനു മുമ്പ് പല വലിയ ഫിൽം മേക്കേഴ്സിൽ ലാലേട്ടനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ തുടരും അഭിനയിക്കുമ്പോൾ ഞാൻ കണ്ട വളരെ ക്ലോസ് റേഞ്ചിൽ കണ്ട ഒരു ആക്ടർ ആദ്യം റിയാക്ട് ചെയ്യുന്ന കണ്ണിലെ ചില ചിന്മലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. 4ാമത്തെ ടേക്കിലൊക്കെ ചിലപ്പോൾ നാച്ചുറൽ ആയിട്ട് കാര്യം ഓർഗാനിക് ആയിട്ട് അങ്ങോട്ട് പെർഫോം ചെയ്യാണ്. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പിന്നെ നമ്മൾ ഈ പറയുന്നത് തന്നെ ചെയ്യുമ്പോൾ ഏതൊരു മനുഷ്യനും സ്റ്റേജിലാവും. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ടേക്ക് അദ്ദേഹം എന്താണോ ചെയ്യുക, കാര്യം എനിക്ക് ജ്വല്ലറി ആയിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പൊ കണ്ണിൽ എന്തെങ്കിലും ഞാൻ കണ്ടാൽ ആ കണ്ണിൽ നിന്ന് ഞാൻ ഷിഫ്റ്റ് പറഞ്ഞാൽ കൈ വരുമ്പോൾ ആ കറക്റ്റ് ഫോക്കസ് ഇല്ലെങ്കിൽ പിന്നെ അത് കിട്ടില്ല. അപ്പം ചില പ്രോജക്റ്റുകൾ അങ്ങനെയാണ്. അത് ആഡ് ക്യാമ്പയിൻ ആണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ ചിലത് ഒത്തുവരും. ഇതങ്ങനെ കുറേ കലാകാരന്മാര് എൻ്റെ മുമ്പിൽ ഒത്തു വന്നതാണ് ആ പ്രോജക്റ്റ്.